കിഡ്നാപ്പ് ചെയ്ത കുട്ടികളെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫയൽ എടുത്തുണ്ടോ? യെസ് സർ. ഇത് മിസ്സിംഗ് കേസ് ഫയലാണ് സർ. പിന്നെ ഇത് ഫോറൻസിക് റിപ്പോർട്ട്. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് സർ. റഫീഖ്, ഈ കേസിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. സിറ്റിക്കുള്ളിൽ കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ ധാരാളം കുട്ടികളെ കാണാതായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കിഡ്നാപ്പ് ചെയ്ത കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 2 രീതിയിലുള്ള ക്രൈംസ് ആണ്. കൊച്ചുകുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നത് ഒരു ടീമാണെങ്കിൽ, രണ്ടാമതായി കിഡ്നാപ്പ് ചെയ്ത കുട്ടികളുടെ ഹാർട്ട് എടുത്ത് മർഡർ ചെയ്യുന്ന മറ്റൊരു കൂട്ടർ. റഫീഖ്, ഈ കിഡ്നാപ്പ് എത്ര നാളായിട്ട് നടക്കുന്നുണ്ട്? മെയ് 5 ആയിരുന്നു സർ 7th അവന്യൂവിലെ ആദ്യത്തെ കിഡ്നാപ്പ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഫസ്റ്റ് ഡെഡ് ബോഡി എപ്പോഴാണ് കിട്ടിയത്? ആദ്യത്തെ ഡെഡ് ബോഡി കിട്ടിയത് ജൂലൈ 7th ആണ് സർ. മെയ് 5-ാം തീയതി തൊട്ട് കിഡ്നാപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഫസ്റ്റ് മർഡർ ജൂലൈ 7-ാം തീയതിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കിഡ്നാപ്പിംഗ് എല്ലാം പോലീസ് സ്റ്റേഷന്റെ അരികിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ മർഡർ മാത്രം 2 ടേണിൽ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. CA കേശവൻ എങ്ങനെയാ? കേശവ് സർ വളരെ ജെന്യൂനായ ആളാണ് സർ. അദ്ദേഹത്തെ സംശയിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെ സംശയിക്കാൻ എനിക്ക് 2 കാരണങ്ങളുണ്ട്. കേശവൻ ജോയിൻ ചെയ്തത് ജൂലൈ 2-ാം തീയതി. കേശവൻ ചാർജ് എടുക്കുന്നതിന് മുൻപ് കിഡ്നാപ്പിംഗ് മാത്രമാണ് സംഭവിച്ചത്. പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷമാണ് മർഡർ സ്റ്റാർട്ടായിരിക്കുന്നത്. ആൻഡ് റീസൺ നമ്പർ 2, ഇത് സ്പോട്ടിൽ കിട്ടിയ ഷൂ പ്രിന്റാണ്. ഇത് പോലീസുകാർ യൂസ് ചെയ്യുന്ന ഷൂവിന്റെ പ്രിന്റാണ്. സൈസ് നമ്പർ 8. ഈ സ്റ്റേഷനിൽ 8 നമ്പർ ഷൂ യൂസ് ചെയ്യുന്നത് അദ്ദേഹം മാത്രമാണ്. ദിസ് ഈസ് റീസൺ നമ്പർ 2. കേശവൻ പഠിച്ച ഓർഫനേജ് സ്കൂളിന്റെ പേരെന്താ? കസ്തൂരിബായ് ട്രസ്റ്റ് ഓർഫൻ സ്കൂൾ, കൊച്ചി. ഹലോ, സിറ്റി 210 പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI മുഹമ്മദ് കരീമാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. 22 വർഷങ്ങൾക്ക് മുൻപ് കേശവൻ എന്നൊരു കുട്ടി നിങ്ങളുടെ ആശ്രമത്തിൽ ഉണ്ടായിരുന്നു. കേശവൻ? ആ, ഓർമ്മ വന്നു. അവന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയത് കൊണ്ട് ഞങ്ങളുടെ ഓർഫനേജിലേക്ക് വന്നതാ. ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. എപ്പോഴും തനിച്ച, ആരുടെ കൂട്ടത്തിലും കൂടാറുമില്ല. അവന്റെ സ്വഭാവം കണ്ടിട്ടാണോ എന്തോ പിള്ളേരൊക്കെ അവനെ ഭ്രാന്തൻ എന്നും പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. മറ്റുള്ള പിള്ളേരുടെ കൂട്ടത്തിൽ ചെന്ന് കളിക്കടാന്ന് പറഞ്ഞാൽ അവനത് കേൾക്കാറില്ല. ഒരു ദിവസം അവൻ ചെയ്യുന്നത് കണ്ട് പേടിച്ചിട്ട് അവന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു അവനൊരു ഡിപ്രഷൻ പേഷ്യൻ്റ് ആണെന്ന്. ഒരു കാര്യം കൂടി ഓർമ്മയിൽ വരും. ഒരു ദിവസം സ്കൂള് വിട്ടതിന് ശേഷം ദിവസവും അവനെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു പയ്യന് അവിടെ ഉണ്ടായിരുന്ന ഒരു കരിങ്കല്ലെടുത്ത് തലമണ്ട അടിച്ചു. അപ്പൊ തന്നെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടിട്ടു. അതെന്തോ കറക്ഷണൽ സെന്റർ അത്രേ. അവിടെ നല്ലോണം പഠിച്ചെന്നും കേട്ടിരുന്നു. പിന്നീട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ജോലി കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞു. താങ്ക് യു സർ. എന്തു പറ്റി സർ? ഹി ഈസ് എ കൈൻഡ് ഓഫ് സൈക്കോ. റഫീഖ് സർ, കേശവൻ ഇതിനു മുൻപ് എവിടെയാ ഡ്യൂട്ടി ചെയ്തേ? ഖമ്മമിലാണ് സർ. CI കേശവൻ എങ്ങനെയുള്ള ആളാ? വളരെ നല്ല മനുഷ്യനാ സാറേ. കേശവൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര നാളായി? 6 മാസമായി സർ.
6 മാസം കഴിഞ്ഞിട്ടും ഈ വീട്ടിലെന്താ ആരും പുതിയതായിട്ട് താമസിക്കാൻ വരാഞ്ഞത്? അത് പിന്നെ ഈ വീട്ടിൽ വെച്ചാ സർ CI സാറിന്റെ മകളും മരിച്ചത്. ഇമോഷണൽ സെന്റിമെന്റ്സ് ഒക്കെ വെച്ച് ആരും ഈ വീട്ടിലേക്ക് വന്നില്ല സർ. പൂജ മരിച്ചിട്ടില്ല സർ, ജീവനോടെ ഉണ്ട്. വാട്ട് യു മീൻ? സ്കോളർ ഇന്റർനാഷണൽ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ കേശവന് 2 കുട്ടികളുണ്ടോ? അല്ല സർ, ഒറ്റ മകളാ, പേര് പൂജ. അവളും മരിച്ചു സർ. മരിച്ചുപോയെന്നോ? അതിരിക്കട്ടെ, പൂജ എങ്ങനെ മരിച്ചത്? പൂജയ്ക്ക് ഞങ്ങളുടെ ആശുപത്രിയിലെ ട്രീറ്റ്മെന്റ് നടന്നത്. ഷി വാസ് സഫറിംഗ് ഫ്രം കോൺജനറ്റൽ ഹാർട്ട് ഡിസീസ്. ഈ ഡിസീസ് വളരെ റയറാണ്. കൃത്യസമയത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ആ കുട്ടി മരിച്ചത്. പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ആരാ? ഡോക്ടർ രവീന്ദ്ര. അദ്ദേഹത്തിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് മീറ്റ് ചെയ്യണം. സർ, ആ കുട്ടി മരിച്ചിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് തന്നെ ആ ഡോക്ടറിനെ ആരോ കൊന്നു കളഞ്ഞു സർ. റഫീഖ്, സർ, കുട്ടികളുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട്സ്, ഡോക്ടറുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട്സും എല്ലാം എനിക്ക് ആവശ്യമുണ്ട്. ഓക്കെ സർ. എടോ റഫീഖേ, സർ, മരിച്ചുപോയ കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് പണം സമ്പാദിക്കുന്നത് സിനിമയിലാ കണ്ടിട്ടുള്ളത്. മരിച്ചുപോയ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്ത സ്കൂളിന്റെ പേരെന്താടോ? ആ എക്സ്ട്രാ ഓർഡിനറി ഹെഡ്മിസ്സസ് ആരാണ്? ഹായ് മാം, ഐ എം കരീം, 210 CI. ഹലോ സർ. CI കേശവന്റെ മകളെ പറ്റി. ഈ സ്കൂളിലാണ് പഠിക്കുന്നത് സർ. കുട്ടിയൊന്ന് കാണാൻ പറ്റുമോ? ആ കുട്ടി ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല സർ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഒന്ന് കാണുമല്ലോ. ഇന്നലെ വന്നിരുന്നു സർ. ആ കുട്ടിക്ക് കർലി ഹെയർ ആണോ സിൽക്കി ഹെയർ ആണോ? കേർലി ഹെയർ സർ. ഈ കുട്ടി എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് സർ. നിങ്ങളുടെ മോളാണോ? കേശവന്റെ മോളാ. ഈ കുട്ടി മരിച്ചുപോയി 6 മാസമായി. മരിച്ചുപോയ ഒരു കുട്ടിക്ക് നിങ്ങളെങ്ങനെ അഡ്മിഷൻ കൊടുത്തത്? എങ്ങനെ ആ കുട്ടിയെ പഠിപ്പിക്കുന്നെന്ന്? ആ കുട്ടി ഇല്ല സർ. CI കേശവൻ സാറ് ഭാര്യയോടൊപ്പം കുഞ്ഞിന്റെ അഡ്മിഷൻ വേണ്ടി വന്നിരുന്നു സർ. അപ്പോൾ അവരുടെ കൂടെ കുഞ്ഞുണ്ടായിരുന്നില്ല സർ. നമസ്കാരം. നമസ്കാരം. അവർ രണ്ടുപേരും കുട്ടി കൂടെ ഉള്ളതുപോലെയാണ് പെരുമാറിയത്. ഹെഡ് മിസ്ട്രസിനോട് ഹായ് പറഞ്ഞേ. അന്ന് CI സർ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറിയത്. അത് കണ്ടിട്ട് എനിക്ക് പേടി തോന്നി. അതുകൊണ്ട് ഞാനും അവിടെ കുട്ടിയുള്ളതുപോലെ അഭിനയിച്ചു. ഹായ്. കുട്ടിയെ ഡെയിലി സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വരും. പക്ഷെ കൂടെ കുട്ടി ഉണ്ടാവില്ല സർ. വൈകുന്നേരം കുട്ടിയെ പിക്കപ്പ് ചെയ്യാൻ വരും. രണ്ടുപേരും കുട്ടി കൂടെ ഉള്ളതുപോലെയാണ് പെരുമാറുന്നത് സർ. കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുക്കും, പക്ഷെ അത് താഴെ വീഴും സർ.